നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി കഴിഞ്ഞിട്ട് പെപ് ഗാർഡിയോള പറഞ്ഞു, ഒർട്ടേഗയാണ് ഞങ്ങളെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ആഴ്സണൽ കിരീടം ചൂടിയേനെ. ഞാൻ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ഒർട്ടേഗ എന്ന്. എന്തായാലും എഡേഴ്സൺ മോറിസിന് പരിക്കേറ്റതിന് ശേഷം ഒർട്ടേഗ കളിക്കളത്തിലേക്ക് വന്നു, സേവുകൾ നടത്തി. ഹ്യൂമിൻസണിന്റെ ആ ഒരു നീക്കമൊക്കെ തടഞ്ഞത് പെപ്പ് തന്നെ വലിയ രൂപത്തിൽ റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടു. ഏതായാലും ഇന്നലത്തെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ പോരാട്ടം, ആ കളിയിൽ തങ്ങളുടെ ചിരവൈരികളായ ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ആഴ്സണൽ ആരാധകർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടോട്ടൻഹാം തോറ്റു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം മാഞ്ചസ്റ്റർ സിറ്റി നേടി. അവർക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡാണ് 2 ഗോളുകളും കണ്ടെത്തിയത്. അതോടുകൂടി സിറ്റിയുടെ കൈകളിലാണ് ഇപ്പോ കിരീട പോരാട്ടം ഇരിക്കുന്നത്. അവരുടെ അടുത്ത മത്സരം വിജയിച്ചാൽ കപ്പ് അവർക്ക് കൊണ്ടുപോകാം. ഈ കളിയിൽ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ആഴ്സണലിന്റെ പ്രതീക്ഷകൾ ഒന്നുകൂടി ജ്വലിച്ചേനെ. ഏതായാലും ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തില് സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ എർലിംഗ് ഹാലൻഡ്, ഫിൽ ഫോഡൻ, KDB, ബെർണാഡോ സിൽവ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ജോൺസണും ഹ്യൂമിൻസണും സാറും ചേർന്നുകൊണ്ട് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ എർലിംഗ് ഹാലൻഡ് 51-ാമത്തെ മിനിറ്റില് KDBയുടെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ സിറ്റിക്ക് ലീഡായി. ഒടുവിൽ ലഭിച്ച പെനാൽറ്റിയും അദ്ദേഹം ഗോളാക്കി മാറ്റിയപ്പോൾ 2-0 വിജയം. എന്തായാലും എഡേഴ്സൺ മോറിസിന് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നു. അദ്ദേഹത്തെ പെപ്പ് തിരികെ വിളിക്കുകയായിരുന്നു. അദ്ദേഹം അതിൽ അത്ര ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ അതായിരുന്നു സിറ്റുവേഷൻ. എന്നിട്ടും മികച്ച പെർഫോമൻസ് തന്നെ ഗോൾ കീപ്പറായിട്ട് എത്തി ഒർട്ടേഗ നടത്തി. അങ്ങനെ സിറ്റി വിജയിച്ചു കയറി. ഇപ്പൊ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടിക നോക്കുക. അവസാന റൗണ്ടിലേക്ക് കിരീട പോരാട്ടം എത്തുകയാണ്. 37 കളികളിൽ നിന്ന് 88 പോയിന്റ് ഉണ്ട് സിറ്റിക്ക്. 37 കളികളിൽ നിന്ന് 86 പോയിന്റ് ഉണ്ട് ആഴ്സണലിന്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാന റൗണ്ടിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ മത്സരം വിജയിച്ചാൽ കിരീടം അവരുടെ കയ്യിലിരിക്കും. അതേസമയം ആഴ്സണലിന് സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും വേണം. അവരുടെ അവസാന മത്സരത്തിൽ എവർട്ടനെതിരെ വിജയിക്കുകയും വേണം. എന്തും സംഭവിക്കാം, കാത്തിരിക്കാം. പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷിനായി വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.